ജിഷ കൊലക്കേസിൽ നിർണായക വഴിത്തിരിവ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. ജിഷയുടെയും മഞ്ഞ ഷർട്ടിട്ട യുവാവിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ വളം വിൽപ്പന കേന്ദ്രത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളാണിത്. കൊല നടന്ന ദിവസം ഉച്ചയ്ക്ക് 1:30 ജിഷയും യുവാവും വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവാകുന്ന നിർണായക തെളിവ് പോലീസിന് ലഭിച്ചത്. മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് ജിഷയെ പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ച CCTV ക്യാമറയിലുള്ളത്. കുറുപ്പമ്പടിയിലെ വളം വിൽപ്പന കേന്ദ്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ ഇനിയും പരിശോധിക്കാനുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൊല നടന്ന ദിവസം രാവിലെ ജിഷ കോതമംഗലത്തേക്ക് പോയിരുന്നുവെന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ യുവാവ് പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജിഷയുടെ വീട്ടിൽ നിന്നും നിലവിളി കേട്ടിരുന്നതായും മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതായും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മഞ്ഞ ഷർട്ടുധാരി ജിഷയുടെ വീടിന് പുറകുവശത്തെ മതിൽ ചാടി കടന്നുപോയതായും കനാലിൽ കൈകാലുകൾ കഴുകുന്നത് കണ്ടതായുമുള്ള മൊഴികളും പോലീസിന് ലഭിച്ചിരുന്നു. ഇരിങ്ങോൾക്കാവിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ട യുവാവ് ധരിച്ചിരുന്നതും മഞ്ഞ ഷർട്ടാണെന്നും അയൽവാസികളുടെ മൊഴികളിൽ വ്യക്തമാണ്. ഈ മൊഴികൾ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവ വിദഗ്ധരെ കൊണ്ട് പോലീസ് പരിശോധിപ്പിക്കും. അതേസമയം നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഗുണ്ടാ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരായ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സ്കൂൾ പൂട്ടിയതായി സർക്കാർ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ചത്. മങ്ങാട്ടുമുറി, പാലാട്ട് സ്കൂളുകളും അടച്ചുപൂട്ടിയതായി സർക്കാർ കോടതിയെ അറിയിച്ചു. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള മുൻ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി മലാപ്പറമ്പ് സ്കൂൾ മാനേജർ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയത്. സ്കൂൾ പൂട്ടിയതായി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഹർജി തീർപ്പാക്കി ഉത്തരവായത്. ഹർജി പരിഗണിച്ചപ്പോൾ സ്കൂൾ പൂട്ടിയത് നിയമപ്രകാരമല്ലെന്ന് സ്കൂൾ മാനേജറുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. പൂട്ടിയ സ്കൂൾ കെട്ടിടത്തിന്റെ താക്കോൽ മാനേജരെ ഏൽപ്പിച്ചിട്ടില്ലെന്ന വിവരമാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് AEO സ്കൂൾ കെട്ടിടത്തിന്റെ താക്കോൽ കോടതി വഴി മാനേജറുടെ അഭിഭാഷകന് കൈമാറുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കോടതിയലക്ഷ്യ ഹർജി തീർപ്പാക്കിയതായി കോടതി അറിയിച്ചത്. മലപ്പുറം ജില്ലയിലെ മങ്ങാട്ടുമുറി, കോഴിക്കോട് ജില്ലയിലെ പാലാട്ട് എന്നീ സ്കൂളുകൾ അടച്ചുപൂട്ടിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ കോടതി ഉത്തരവ് പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് ഈ 2 കേസുകളും ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് ദില്ലിയിലെത്തും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും VM സുധീരനെ മാറ്റണമെന്ന AI ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ശക്തമായതോടെയാണ് 3 നേതാക്കളെയും ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. നേതൃമാറ്റം അനിവാര്യമാണെന്നും ഹൈക്കമാൻഡ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഗ്രൂപ്പ് നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. സമവായ ശ്രമം ലക്ഷ്യമിട്ടാണ് ഇരുതട്ടിലായ VM സുധീരൻ, ഉമ്മൻചാണ്ടി, ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് അടിയന്തരമായി കൂടിക്കാഴ്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി 3 നേതാക്കളും ദില്ലിയിലെത്തും. നാളെയാണ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച. തോൽവിയുടെ ഉത്തരവാദിത്തം KPCC നേതൃത്വത്തിൻ്റെതാണെന്നും VM സുധീരൻ അധ്യക്ഷ പദവി ഒഴിയണമെന്നുമുള്ള നിലപാടിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതൃപദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനം VM സുധീരനും ഒഴിയണമെന്നാണ് ഇരു ഗ്രൂപ്പുകളുടെയും നിലപാട്. ഇക്കാര്യം A ഗ്രൂപ്പ് ദൂതനായെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും നേതാക്കൾ ഹൈക്കമാൻഡിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ അഴിമതി ആരോപണരായവരെ മാറ്റി നിർത്താനുള്ള തന്റെ തീരുമാനം തള്ളിയ ഉമ്മൻചാണ്ടി, ചെന്നിത്തല നിലപാടാണ് തിരിച്ചടിയായതെന്ന നിലപാടിൽ സുധീരനും ഉറച്ചു നിൽക്കുന്നു. ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയമെന്നും സംഘടന പൊളിച്ചെടുത്താണ് ഉണ്ടാവേണ്ടതെന്നും ഹൈക്കമാൻഡ് മുമ്പാകെ സുധീരൻ ആവർത്തിക്കുമെന്നാണ് സൂചന. അതിനാൽ തന്നെ സമവായം കണ്ടെത്തുന്നതിനായി ദില്ലിയിലെ ചർച്ചയും നീണ്ടുപോയേക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച വിലയിരുത്തലാണ് മുഖ്യ അജണ്ട. ചില മണ്ഡലങ്ങളിൽ LDF 3ാം സ്ഥാനത്തേക്ക് പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകളും 2 ദിവസത്തെ യോഗത്തിൽ നടക്കും. ഭാവി പരിപാടികൾക്കും യോഗം രൂപം നൽകും. കൊച്ചി മെട്രോ 2ാം റീച്ചിന്റെ നിർമ്മാണ കരാറിൽ നിന്നും സോമ കൺസ്ട്രക്ഷൻസിനെ DMRC ഒഴിവാക്കി. കരാർ തുകയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കമ്പനിയെ ഒഴിവാക്കാൻ കാരണം. യഥാസമയം സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിൽ മുൻ സർക്കാർ വരുത്തിയ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണം. കാലതാമസം മൂലം നിർമ്മാണ ചെലവിൽ വർധനവുണ്ടായ സാഹചര്യത്തിൽ തുക വർദ്ധിപ്പിച്ച് നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെടുകയായിരുന്നു.
യഥാസമയം സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിൽ മുൻ സർക്കാർ വരുത്തിയ വീഴ്ചയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. നിർമ്മാണം വൈകുന്നതുമൂലം നിർമ്മാണ ചെലവ് വർദ്ധിച്ചുവെന്നും ഇതിനാൽ 30% തുക അധികം വേണമെന്നും കരാർ ഏറ്റെടുത്ത സോമ കൺസ്ട്രക്ഷൻസ് ആവശ്യപ്പെടുകയായിരുന്നു. ഈ ആവശ്യം DMRC തള്ളിയതിനെ തുടർന്ന് കരാറിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സോമ കൺസ്ട്രക്ഷൻസ് ആവശ്യപ്പെട്ടു. ഇതോടെ സോമ കൺസ്ട്രക്ഷൻസിനെ ഒഴിവാക്കാൻ DMRC തീരുമാനിക്കുകയായിരുന്നു. മഹാരാജാസ് മുതൽ സൗത്ത് വരെയുള്ള ഭാഗത്തെ നിർമ്മാണം ഇതോടെ പ്രതിസന്ധിയിലായി. പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് പോംവഴികൾ തേടുകയാണ് DMRC. ഇനി പുതിയ കൺസ്ട്രക്ഷൻ കമ്പനിയെ കണ്ടെത്തണം, അതിനായി ടെൻഡർ വിളിക്കണം തുടങ്ങി നിരവധി കടമ്പകളാണ് കാത്തിരിക്കുന്നത്. ഇതിന് വരാനിടയുള്ള കാലതാമസം മെട്രോ നിർമ്മാണം യഥാസമയം പൂർത്തിയാക്കുന്നതിന് തടസ്സമാകുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഇന്ത്യക്കാരിയെ തട്ടിക്കൊണ്ടുപോയി. കൊൽക്കത്ത സ്വദേശിനിയായ ജൂജിത് ഡിസൂസയാണ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത്. അന്താരാഷ്ട്ര സർക്കാർ ഇതര സംഘടനയായ അഖാ ഖാൻ ഫൗണ്ടേഷനിൽ ടെക്നിക്കൽ അഡ്വൈസറായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു ജൂജിത് ഡിസൂസ. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയുമായും അഫ്ഗാൻ സർക്കാരുമായും ബന്ധപ്പെട്ട് മോചനത്തിനുള്ള ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ തൃശൂർ കിരാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളിലെ കുട്ടികൾക്ക് താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുങ്ങി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വേലൂർ പഞ്ചായത്തിലെ വ്യവസായ കേന്ദ്രത്തിലാണ് താൽക്കാലിക ക്ലാസ് റൂമുകൾ ഒരുക്കിയത്. വടക്കാഞ്ചേരി AEയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിലെ രേഖകൾ ഏറ്റെടുത്തു. മെയ് 30 അടച്ചുപൂട്ടിയ കിലാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളിലെ കുരുന്നുകൾക്ക് ആശ്വാസം പകർന്നാണ് താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കിയത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഓഫീസ് അടച്ചെങ്കിലും സ്കൂളിൽ ക്ലാസുകൾ നടന്നുവരികയായിരുന്നു. സ്കൂൾ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ വടക്കാഞ്ചേരി AEO TN അംബികാവല്ലി രേഖകൾ ഏറ്റെടുത്തു. സ്കൂളിലെ 40 കുട്ടികൾക്കും വേലൂർ പഞ്ചായത്തിലെ വ്യവസായ കേന്ദ്രത്തിൽ താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കി. PMLP കിരാലൂർ സ്കൂളിലെ കുട്ടികളെ സുരക്ഷിതമായ സ്ഥലത്ത് കോടതി ഉത്തരവ് പ്രകാരം ആക്കിയിട്ടുണ്ട്. വേലൂർ പഞ്ചായത്ത് 9ാം വാർഡിലെ വ്യവസായ കേന്ദ്രത്തിലാണ് കുട്ടികളെ സുരക്ഷിതമായി എത്തിച്ചേർത്തിരിക്കുന്നത്. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ പൂർത്തിയായതായി AEO ഹൈക്കോടതിയെ അറിയിക്കും. ഒരാഴ്ചക്കുള്ളിൽ സ്ഥിരം സംവിധാനങ്ങൾ ഒരുക്കാനാവുമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി അറിയിച്ചു. അധികം താമസിയാതെ തന്നെ സർക്കാർ ഏറ്റെടുത്ത ഉടനെ അതേ സ്കൂളിൽ തന്നെ ഈ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വ്യവസായ കേന്ദ്രത്തിലെ താൽക്കാലിക കെട്ടിടത്തിൽ ക്ലാസുകൾ പുനരാരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആലപ്പുഴ കടൽപ്പാലത്തിന് സമീപം വള്ളം തകർന്ന മത്സ്യത്തൊഴിലാളികളെ കാണാതായതായി സൂചന. വള്ളത്തിന്റെ അവശിഷ്ടങ്ങൾ ആലപ്പുഴ ബീച്ചിനടുത്ത് നിന്ന് കണ്ടെത്തി പോലീസും മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ നടത്തുകയാണ്. കൊച്ചിയിൽ നിന്നും നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ആലപ്പുഴയിലേക്ക് തിരിച്ചു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, എന്തെങ്കിലും സൂചന ഇവരെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് വളരെ സുഗമമായി തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്നുണ്ടോ? പ്രതീക്ഷ ഏകദേശം 1.5 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു വാർത്ത കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നത്. തീരദേശത്തൂടെ പോയൊരു മത്സ്യബന്ധന ബോട്ടാണ് തകർന്ന നിലയിൽ ഒരു വള്ളം കണ്ടത്. ഇതോടെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശാനുസരണം നേവിയുടെ 2 ഹെലികോപ്റ്റർ ഇപ്പോൾ ആലപ്പുഴ കടൽപ്പാലത്തിന്റെ തീരപ്രദേശത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ തിരച്ചിൽ പുരോഗമിക്കുമ്പോഴും അവർ ജില്ലാ ഭരണാധികാരികളെ ബന്ധപ്പെട്ടിരുന്നു. വള്ളത്തിന്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടതൊഴിച്ചാൽ മനുഷ്യരോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളോ അത്തരത്തിലുള്ള യാതൊരുവിധ സൂചനകളും ലഭിച്ചിട്ടില്ല. കൃത്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾ വെള്ളത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പോലും ഇപ്പോഴും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാര്യം അത്തരത്തിൽ യാതൊരുവിധ പരാതികളും ജില്ലാ ഭരണാധികാരികൾക്കോ അല്ലെ മത്സ്യമേഖലയിൽ ബന്ധപ്പെട്ടവർക്കോ ലഭിച്ചിട്ടില്ല. എന്തായാലും തകർന്ന മത്സ്യബന്ധന വള്ളത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ട സാഹചര്യത്തിൽ അത്തരത്തിൽ ഏതെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് അപകടം പറ്റിയോ എന്നത് സംബന്ധിച്ചാണ് വളരെ കൃത്യമായ രീതിയിൽ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും തീരദേശത്തു നിന്നുള്ള പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ വളരെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തി വരുന്നത്. മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ ജീവഹാനി സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ജില്ലാ ഭരണാധികാരികൾ. കാരണം തീരദേശ മേഖലയിൽ നിന്നും അത്തരത്തിൽ യാതൊരുവിധ പരാതികളും ലഭിച്ചിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ തകർന്ന വള്ളത്തിന്റെ അവശിഷ്ടം കണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരച്ചിൽ നടന്നു വരുന്നത്. പ്രതീഷ്, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാനുള്ള കോട്ടയം ജില്ലയിലെ SFIയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാകുന്നു. SFI ദത്തെടുത്ത കുമരകം ബസാർ UP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ നൽകി. പൊതുവിദ്യാഭ്യാസങ്ങളെ സംരക്ഷിക്കാം, കുരുന്നുകൾക്ക് കൈത്താങ്ങാകാം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സർക്കാർ സ്കൂളുകളിൽ SFI ഇടപെടുന്നത്.
ആദായകരമല്ലെന്ന പേരിൽ എയ്ഡഡ് സ്കൂളുകൾ പൂട്ടാൻ സംസ്ഥാനത്ത് വ്യാപക ശ്രമം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിനായി SFI ഇടപെടുന്നത്. കഴിഞ്ഞ വർഷമാണ് കുമരകം ബസാർ UP സ്കൂൾ SFI ദത്തെടുത്തത്. നോട്ട്ബുക്ക്, ബാഗ്, പേന, പെൻസിൽ, എഴുത്തു സാമഗ്രികൾ എന്നിവയടങ്ങിയ പഠനോപകരണ കിറ്റുകൾ CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ വിതരണം ചെയ്തു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ച ചടങ്ങിൽ ജനപ്രതിനിധികൾ പങ്കെടുത്തു. കുമരകത്തെ ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പണം ഉപയോഗിച്ചാണ് പഠനോപകരണങ്ങൾ വാങ്ങിയത്. SFI കോട്ടയം ജില്ലാ പ്രസിഡന്റ് റിജേഷ് കെ ബാബു കുമരകം പ്രദേശത്തുള്ള എല്ലാ വീടുകളും കയറിയിറങ്ങിക്കൊണ്ട് ഫണ്ട് സമാഹരിച്ച് അവിടെ പഠിക്കുന്ന 131 വിദ്യാർത്ഥികൾക്കും പുസ്തകവും യൂണിഫോമും ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും, ബാഗ് തൊട്ട് കൊട തൊട്ട് ബുക്ക് തൊട്ട് എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ SFI ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചു. വിദ്യാലയങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഇനിയും മുൻപോട്ട് ഏറ്റവും സജീവമായ പ്രവർത്തനങ്ങളിൽ SFI ഉണ്ടാകും. കുമരകം ബസാർ UP സ്കൂളിന് പുറമെ പെരുവയിലെ സർക്കാർ സ്കൂളിലും SFI പഠനോപകരണം നൽകിയിരുന്നു. ഈ വർഷം മണർകാട് പഞ്ചായത്തിലെ സർക്കാർ സ്കൂളിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലയിലെ SFI പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നഷ്ടത്തിലായ സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള ശ്രമം മാനേജ്മെന്റുകൾ നടത്തുമ്പോൾ നിർമ്മാണ തൊഴിലാളിയായി കൂലിപ്പണി ചെയ്ത് തന്റെ വിദ്യാലയത്തെ കാത്തുസൂക്ഷിക്കുന്ന ഒരു സ്കൂൾ മാനേജറുണ്ട് കണ്ണൂരിൽ. മൊറാഴ സ്വദേശി സുനിലാണ് വിദ്യ വിൽപ്പന ചരക്കാക്കാതെ വിദ്യാർത്ഥികൾക്കായി കാത്തുസൂക്ഷിക്കുന്ന ഈ സ്കൂൾ മാനേജർ. സ്വാർത്ഥ ലാഭക്കണക്കുകൾ ഒന്നുമില്ലാതെ മക്കളെ വളർത്തുന്നതുപോലെ സ്വന്തം വിദ്യാലയത്തെ വളർത്തുന്ന നിർമ്മാണ തൊഴിലാളിയായ ഒരു മാനേജർ അപൂർവ കാഴ്ചയാണിന്ന്. കണ്ണൂർ മൊറാഴ ALP സ്കൂളിനാണ് ഇങ്ങനെയൊരു രക്ഷിതാവ്. 1919 ആരംഭിച്ച സ്കൂൾ പൂർവിക സ്വത്ത് കൈമാറി വന്നാണ് സുനിലിന്റെ കയ്യിലെത്തിയത്. അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നിന്നും നിയമപ്രശ്നങ്ങളിൽ നിന്നും കരക്കെത്തിച്ച് 12 ഡിവിഷനുകളിലായി ഇന്ന് 317 കുട്ടികളുണ്ട് സ്കൂളിൽ. കിണർ കുഴിക്കൽ മുതൽ നിർമ്മാണ മേഖലയിലെ കൂലിപ്പണികളെല്ലാം ചെയ്യുന്ന ഈ സ്കൂൾ മാനേജർക്ക് ഇനി പ്രതീക്ഷ സർക്കാരിൽ മാത്രമാണ്. ജൂൺ ആവുമ്പോഴേക്ക് ഇതെല്ലാം ക്ലിയർ ആക്കണം. അതിന് വലിയ എമൗണ്ട് തന്നെ വരും. സർക്കാരിനോട് ആവശ്യപ്പെടുകയെന്ന് വെച്ചാൽ മെയിനൻസ് ഗ്രാൻഡ് 60 രൂപയാക്കിയായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ്. അത് ഇതുവരെ കിട്ടിയില്ല. അത് കൃത്യമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപ നമ്മുടെ സ്കൂളിൽ തന്നെ കിട്ടും. പാതി വഴിയിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്ന സുനിൽ പറയുന്നു, കുട്ടികൾ പഠിക്കാനുള്ള കുട്ടികൾ യാതൊരു കാരണവശാലും സ്കൂളില്ലാഞ്ഞിട്ടും സൗകര്യമില്ലാഞ്ഞിട്ടും പഠിക്കാതിരിക്കാൻ പാടില്ല. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. കല്ലും മണ്ണും ചുമന്ന് സ്കൂളിന് വേണ്ടതെല്ലാം സുനിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് തലമുറകളുടെ വിദ്യാഭ്യാസത്തിനായി. നഷ്ടത്തിലായ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്ന മാനേജ്മെന്റുകൾ കണ്ടുപഠിക്കേണ്ട മാതൃകയാണ് സുനിൽ എന്ന നിർമ്മാണ തൊഴിലാളിയുടെ ജീവിതം. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. മാനവ ഏകതാ മിഷന്റെ എന്റെ മരം പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇലഞ്ഞിത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മതാതീത ആത്മീയതയുടെ പ്രചാരകനും ആചാര്യനുമായ ശ്രീ M ആണ് മുഖ്യമന്ത്രിക്ക് വൃക്ഷത്തൈ കൈമാറിയത്. തിരുവനന്തപുരം VJT ഹാളിന് മുന്നിൽ നടന്ന ചടങ്ങിൽ M വിജയകുമാറും പങ്കെടുത്തു. ക്ഷേത്രനഗരിയായ ഗുരുവായൂരിൽ 3ാം തവണയാണ് KV അബ്ദുൽ ഖാദർ തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിൽ തുടക്കം കുറിച്ച പദ്ധതികൾക്ക് പുറമെ പുതിയ വികസന പ്രവർത്തനങ്ങളും MLAയുടെ മനസ്സിലുണ്ട്. മുൻ സർക്കാരിന്റെ നിസ്സഹകരണം മൂലം മുടങ്ങിക്കിടക്കുന്ന ഗുരുവായൂർ മേൽപ്പാലമടക്കം യാഥാർത്ഥ്യമാക്കാനാണ് KV അബ്ദുൽ ഖാദർ ശ്രമം ആരംഭിച്ചത്. ഗുരുവായൂരിലേക്കെത്തുന്ന തീർത്ഥാടകർക്ക് എക്കാലത്തും അസൗകര്യമാവുന്നത് റെയിൽവേ ക്രോസിലെ ഗതാഗത കുരുക്കാണ്. റെയിൽവേ മേൽപ്പാലത്തിന് കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി ഫണ്ട് അനുവദിച്ചെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ലഭ്യമാകാത്തതും സ്ഥലമേറ്റെടുപ്പ് നടക്കാത്തതും നിർമ്മാണത്തിന് വിലങ്ങുതടിയായി. LDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് KV അബ്ദുൽ ഖാദർ MLA. അടിയന്തരമായ പരിഗണന ഗുരുവായൂർ മേൽപ്പാലത്തിന് നൽകണം എന്ന ശക്തമായ അഭിപ്രായമാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ളത്. ഇത് ശക്തമായിട്ട് ഗവൺമെന്റിന് മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുകയും ചെയ്യും. ചേറ്റുവ ഹാർബറിന്റെ നവീകരണം, മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ നവീകരണം, ക്ഷേത്രനഗരിയിലെ കുടിവെള്ള പദ്ധതി തുടങ്ങി ആരംഭം കുറിച്ച പദ്ധതികൾ പൂർത്തിയാക്കുന്നതിലും ശ്രദ്ധ ചെലുത്തും. ഗുരുവായൂരിലെ കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം, ഗുരുവായൂർ ഡ്രെയിനേജ് സ്കീമിന്റെ പൂർത്തീകരണം ഇത്യാദി പദ്ധതികളാണ് അടിയന്തരമായിട്ട് പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിലെ പാതകളുടെ നവീകരണത്തിനും പട്ടണത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനും പദ്ധതികൾ നടപ്പാക്കുമെന്ന് KV അബ്ദുൽ ഖാദർ MLA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കോട്ടയത്തിന് പുതിയ ഷോപ്പിംഗ് അനുഭവമായി മാൾ ഓഫ് ജോയ് ശനിയാഴ്ച ബേക്കർ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിക്കും. ലോക പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ ജോയ് ആലുക്കാസാണ് കോട്ടയം നഗരഹൃദയത്തിൽ മാൾ തുറക്കുന്നത്. ഷോപ്പിംഗ് കൂടുതൽ സൗകര്യപ്രദമാക്കാൻ 3 നിലകളിലായി പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നിലകളിലായി 2 ലക്ഷം ചതുരശ്ര അടിയിൽ നിർമ്മിച്ച പ്രീമിയം റീറ്റെയിൽ ഷോപ്പിംഗ് വിഭാഗമടക്കം ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് മാളാണ് ജോയ് ആലുക്കാസ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കായി ലിൽ ജോയ് എന്ന പ്രത്യേക വിഭാഗവുമുണ്ട്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത് മത്സ്യം വളർത്തുക എന്ന പുതിയ പദ്ധതിക്ക് ചേർത്തലയിൽ തുടക്കമായി. മന്ത്രി പി തിലോത്തമൻ പദ്ധതിയുടെ വിളവെടുപ്പ് നടത്തി. ഓക്സിജന്റെ അളവ് കുറഞ്ഞ മേഖലയിലും ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മാലിന്യ സംസ്കരണ പദ്ധതിക്ക് പുതിയ രൂപവും ഭാവവും നൽകി ശ്രദ്ധേയമാവുകയാണ് ഗാന്ധി സേവാ കേന്ദ്രം. വീട്ടമ്മമാരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത്. ഇതിന് പരിഹാരമായാണ് മത്സ്യങ്ങളെ വളർത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ഈ പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുൻ കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ പത്മകുമാറാണ്. ഒരു 10 സ്ക്വയർ മീറ്റർ ഉള്ള ടാങ്ക് ഉണ്ടെങ്കിൽ, ഒരു സിറ്റ് ഔട്ടിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് രൂപകൽപ്പന വളരെ പ്രധാനമാണ്. ഡിസൈൻ അങ്ങനെ ചെയ്താൽ നമുക്ക് അതിനകത്ത് ഒരു 100 മുതൽ 150 വരെ മത്സ്യം വളർത്താം. പത്മകുമാറിന്റെ നേതൃത്വത്തിൽ പരീക്ഷിച്ച് വിജയിച്ച സാങ്കേതിക വിദ്യയാണിത്. ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനോടൊപ്പം മത്സ്യം വിറ്റ് കിട്ടുന്ന പണവും പദ്ധതി നടപ്പിലാക്കുന്നവർക്ക് സഹായകരമായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് അതിനിപ്പം വേസ്റ്റ് ഒന്നും ഇല്ല, കാരണം ഇതിന് കൊടുക്കുന്നതുകൊണ്ടേ നമ്മൾ ഭക്ഷണത്തിന്റെ എല്ലാ വേസ്റ്റ് കഴിക്കുന്നത്. അതാണ് അങ്ങനെയാണ് ഇതിന്റെ ഇത്. മറ്റുള്ള എല്ലാ അവശിഷ്ടങ്ങളും കഴിക്കുന്ന മീനുകളാണ് നമ്മൾ വളർത്തുകയും ചെയ്യേണ്ടത്. ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലാണ് പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. നബാർഡിന്റെ സഹായത്തോടെയാണ് മത്സ്യവളർത്തു കേന്ദ്രം ഒരുക്കി കൊടുക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനൊപ്പം മത്സ്യസമ്പത്ത് കൂടി വളർത്തിയെടുക്കുക എന്ന പുതിയ പദ്ധതിക്കാണ് ചേർത്തലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ പ്രിൻസ് ഇല്യാസിനൊപ്പം ഷാജഹാൻ.